Hi all, welcome to XandY Learning. Me, Dr. Basil. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മക്കളുടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. പല രൂപത്തിൽ വളരെ ചെറിയ സിഗരറ്റ് ഉപയോഗം മുതൽ വലിയ രൂപത്തിലുള്ള സിന്തറ്റിക് ലഹരി വരേക്കും ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാം വളരെ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പലതരത്തിലുള്ള പരിഹാര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ തുടരുക തന്നെ വേണം. അതിൽ പാരൻസ് എന്നുള്ള നിലക്ക് നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായും ഏറ്റവും പ്രധാനമായും നമ്മൾ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം മാത്രമല്ല, ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളുമായി അല്ലെങ്കിൽ മക്കളുമായി ഒരു ഓപ്പൺ ആൻഡ് നോൺ ജഡ്ജ്മെൻ്റൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്യണം. കുട്ടികളുമായി എന്തും സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് എന്തും വന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പിന്നെ കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധന്മാർ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിൽ പൊതുവെ ഇപ്പോൾ പിയർ പ്രഷറുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും ലഹരിയിലേക്കൊക്കെ കുട്ടികൾ എത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിലും അങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങളുണ്ടെങ്കിലും എന്തിലേക്കൊക്കെ അവർ വീണു പോകാൻ സാധ്യത ഉണ്ടെങ്കിലും ഇനി ഇൻ കേസ് വീണു പോയാലും രക്ഷിതാക്കളോട് അത് വന്ന് പറയാനും അത് സംസാരിക്കാനും അത് വലിയ ഒരു പ്രശ്നമില്ലാതെ അവർ അത് നമ്മുടെ നന്മക്ക് വേണ്ടി അത് പിന്നെ പാരൻസ് ട്രീറ്റ് ചെയ്തോളും എന്നുള്ള ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കാൻ നമുക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു വാക്കിൽ ഒതുങ്ങുന്നൊരു കാര്യമല്ല. ഞങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നതല്ല, മറിച്ച് ആ രൂപത്തിലേക്ക് ഒരു പാരൻറ്റിങ് ആ രൂപത്തിലേക്ക് മോൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എഡ്യൂക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒരു ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷനെ കുറിച്ചല്ല, മറിച്ച് ഇതിനെക്കുറിച്ച് ഇത്തരത്തിൽ ലഹരിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് പിന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഹാം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാതെയും നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാകട്ടെ കരിയറുമായി ബന്ധപ്പെട്ടാകട്ടെ മൊത്തത്തിൽ നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ടാകട്ടെ അതെങ്ങനെയാണ് ഒരു ഡിസ്ട്രക്റ്റീവ് ആയി മാറുന്നത് എന്നുള്ള ഒരു കാര്യം ആദ്യം നമുക്ക് പാരൻസിന് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവയർനെസ് വേണം. അത് പിന്നെ കുട്ടികളിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതും എന്തുകൊണ്ട് ഇത് പാടില്ല, എന്തുകൊണ്ട് ഇത് പറ്റില്ല, എന്തുകൊണ്ട് ആ വഴിക്ക് ഞാൻ പോയിക്കൂടാ എന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായൊരു ധാരണ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ സാധിക്കണം. പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുക ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്നൊക്കെ രൂപത്തിലൊക്കെ ആയിരിക്കും കുട്ടികളുടെ മുമ്പിലേക്ക് ഇത് വരുന്നത്. അപ്പോൾ ഇതങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊരു ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായി ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന ഒരു ചിന്ത ആദ്യം തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് അവെയറാക്കി കൊടുക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനൊക്കെ അപ്പുറത്ത് എത്ര തന്നെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്താലും എത്രയൊക്കെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്താലും അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എക്സാമ്പിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലെഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ഹീറോസ് എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില പാരൻസൊക്കെ അത് കളഞ്ഞു കുളിക്കും എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കുട്ടി ജനിക്കുന്നത് തൊട്ട് കാണുന്നതും അവർ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നതും അവരുടെ പാരൻസ് എന്ത് ചെയ്യുന്നു, അവരെന്ത് പറയുന്നു, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരെന്ത് സംസാരിക്കുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പാരൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ കള്ളു കുടിക്കുന്നത് കുട്ടികൾ കാണുകയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ അത് കാണണമെന്നില്ല അല്ലെങ്കിൽ അവരുപയോഗിക്കുന്നത് ജസ്റ്റ് കാണുകയെന്ന് മാത്രമല്ല അതിനോടുള്ള അപ്രോച്ച് പോലും വളരെ പ്രധാനമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ടി വി കാണുകയാണെന്ന് വിചാരിക്കാം. ആ ടി വിയിൽ ഇത്തരത്തിലുള്ള രംഗങ്ങൾ വരുന്നു. നമ്മളതിനെ ഇപ്പോൾ പാരൻസ് അതിനെന്ത് ചെയ്യാണ്, വളരെ സില്ലിയായിട്ട് എന്ന രൂപത്തിലൊരു തമാശയാക്കി അല്ലെങ്കിൽ അതിന് ഒരു ഗൗരവമില്ലാത്ത രൂപത്തിൽ അപ്രോച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കുട്ടിയുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ലഹരിയെക്കുറിച്ചുള്ള ഒരു ഇമേജ് എന്താ? സ്വാഭാവികമായും ഇത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല, അതൊക്കെ ഒരു തമാശയാക്കി വിടാനുള്ള വളരെ സിമ്പിളായൊരു കാര്യമാണ് എന്ന ഇമേജ് അവിടെ രജിസ്റ്റർ ചെയ്തപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് വേറെ എന്ത് ലെക്ചർ എടുത്തിട്ട് കാര്യമില്ല. ഏത് കഞ്ചാവ് ഉപയോഗിച്ചാൽ ഇന്ന പ്രശ്നമുണ്ട്, കള്ളു കുടിച്ചാൽ ഇന്ന പ്രശ്നമുണ്ട്, സിഗരറ്റ് ഇന്ന പ്രശ്നമുണ്ട്, നമ്മൾ എത്ര എഡ്യൂക്കേഷൻ നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അത് സിമ്പിളാണ്, അത് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ എന്ന ഒരു അപ്രോച്ച് ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെയുള്ള എക്സാമ്പിൾസ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണ് കുടുംബത്തിൽ ഇങ്ങനെ ഫാമിലിയിൽ സംസാരിക്കുമ്പോൾ ഇന്ന കുട്ടി
ലഹരി ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു ചർച്ച വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ വളരെ സിമ്പിളായി എടുത്താൽ സ്വാഭാവികമായി കുട്ടി മനസ്സിലാക്കുക ഇത് സിമ്പിളായ ഒരു കാര്യമാണെന്നാണ്. അതേപോലെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനൊക്കെ അപ്പുറത്ത് പാരൻസ് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളോടത് പറയാനുള്ള മോറലായിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുക എന്നുള്ളതൊരു വലിയൊരു വിഷയമാണ്. അതേപോലെ തന്നെയാണ് കുട്ടികളുടെ ഫ്രണ്ട് സർക്കിൾ എന്താണ്, അവരാരൊക്കെ ആയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ മുമ്പൊക്കെ ജസ്റ്റ് അവരുടെ സ്കൂളിൽ പോയി അവരാരൊക്കെ ഫ്രണ്ടാക്കുന്നു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ ആരെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, ആരൊക്കെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഫ്രണ്ട്സ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിസിക്കലായ ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സാണ് കുട്ടികൾ എങ്ങനെ ജീവിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ചിന്തിക്കണം, എവിടേക്ക് പോകണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ചില ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെയാണ് ഇവർ മാതൃകയായി കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ആ രൂപത്തിൽ പോകും. അപ്പോൾ ആ നിലക്കുള്ള ഒരു മോണിറ്റർ അത് ഭയങ്കരമായി അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സ്പൈ വർക്ക് ആയിക്കൊണ്ടല്ല, മറിച്ച് വളരെ ട്രാൻസ്പാരൻ്റ് ആയിക്കൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു കണ്ണ് വളരെ ഗൗരവമാണ്. അതേപോലെ തന്നെ വാർണിംഗ് സൈൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത് ജസ്റ്റ് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ വാർണിംഗ് സൈൻസ്, കുട്ടികൾ ഇത്തരത്തിലുള്ള എന്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അടിമകളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സൈൻസ് കണ്ടാൽ അത് മനസ്സിലാകും. അതിൽ പെട്ടതാണ് എന്താ, ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ, ആ പെരുമാറ്റത്തിലൊക്കെയുള്ള മാറ്റം, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ സ്കൂൾ പെർഫോമൻസിലുള്ള ഒരു കുറവ്, അക്കാദമിക് പെർഫോമൻസിലുള്ള ഒരു കുറവ്, അതുപോലെ തന്നെ ഇതുവരെ ഇല്ലാത്ത പുതിയ ഫ്രണ്ട്സിനെ പെട്ടെന്ന് ഉണ്ടാക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വാർണിംഗ് സൈൻസാണ്. അത് റെഡ് സൈൻസാണ്, റെഡ് ഫ്ലാഗ്സാണ്. അപ്പോൾ ആ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ ഇതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങോട്ട് നമുക്ക് അങ്ങോട്ടും ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ആ നിലക്കുള്ളൊരു ബഹുമാനവും വിശ്വാസ്യതയും കുട്ടികളും പാരൻസും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാലത്തോടത്തോളം അതിലെന്തുണ്ട്, ഇതിലൊക്കെ നമുക്കൊരു പിടി ഉണ്ടാകും. അതില്ലാതായി പോകുന്ന സമയത്ത് പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും ഇത് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വലിയൊരു കാര്യത്തിൻ്റെ വളരെ ചെറിയ ഒരു ഏരിയകളിലൂടെ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.